എന്താ മഴ അല്ലേ? രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ കയറി ഒരു 6:45 ആകുമ്പോഴേക്കും ജോലികളൊക്കെ കഴിച്ച് മനസമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ശ്രീകുട്ടൻ ഇവിടുന്ന് കുറച്ചധികം ദൂരെയുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ 7 മണിയാകുമ്പോഴേക്കും അവൻ്റെ വണ്ടി വരും. നമ്മുടെ ഇവിടുന്ന് 3-4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് വേണം സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6:45 ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ആളെ ഇറങ്ങും കേട്ടോ. അപ്പം അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ച്, അതുപോലെ തന്നെ സ്നാക്സ് എന്നിവ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് മസാല ദോശയാണ്. ഞാൻ ശ്രീകുട്ടിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഓയിലൊക്കെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും സവോളയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞ് ചോപ്പർ കൂട്ടനിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുനുകുന അരിഞ്ഞതും പിന്നെ നമ്മുടെ മല്ലിയുടെ തണ്ടുണ്ടല്ലോ അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ പച്ചമുളക് ഇടാൻ മറന്നതല്ല, ശ്രീകുട്ടൻ കടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ്. സാധാരണ മുളക് പൊടിയിൽ എരിവ് ഉണ്ടാവുമല്ലോ. അതിൽ നമ്മളൊരു 3 മുട്ട അത് അതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ അവിടെ നാടൻ മുട്ടയാണ് കിട്ടി. ചിലപ്പോൾ അതിൽ കരു വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, ഒരു മനസ്സൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അതിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ ഓരോന്നോരോന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുക. ഇതിനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. എൻ്റെ ഈ ഒരു ദോശത്തട്ട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടുന്ന് സീ മേടിച്ചതെന്ന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതെനിക്കൊരു യൂട്ടൻസിൽസ് ബൈ മാർക്കറ്റ് കൊണ്ട് ഒരു ചേട്ടൻ്റെ പേജിൽ ആ ചേട്ടൻ അയച്ചതാണ്. എൻ്റെ എല്ലാ യൂട്ടൻസിലുകളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു മുട്ട ബുർജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളെ സ്പെഷ്യലായിട്ട് പൊട്ടറ്റോ ഇട്ടൊന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മുടെ മല്ലിയിലയും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മസാല പോലെ വരും ചെയ്യും. അന്ന് മസാല ദോശയുടെ ടേസ്റ്റും അല്ല, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഇത് ശ്രീകുട്ടിന് കൊടുത്തു വിടാൻ പറ്റില്ല, കഴിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ കേട്ടോ. ആൾ കഴിക്കുകയോ കഴിക്കില്ലെന്ന് അറിയില്ലെങ്കിലും ഭാഗ്യനും എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നു, ആ ദോശയുടെ ഉള്ളിൽ ഇതങ്ങോട്ട് വെക്കുന്നു, കഴിക്കുന്നു. കാലത്ത് ഒരു പ്രീ വർക്കൗട്ടിന് പോകുന്ന സമയത്തൊക്കെ ഇപ്പോൾ 10 മണിക്കാണ് നമ്മൾ വർക്കൗട്ടിനൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് കുറച്ച് പ്രോട്ടീനും കയറും, പിന്നെ ഭയങ്കര ഫുൾഫില്ലായിട്ട് അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അമ്മമാരുടെ സ്ഥിരം തൊഴിലായിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ ഈ മൊബൈലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടേ പുതിയ പുതിയ വിഭവങ്ങളും പുതിയ പുതിയ റെസിപ്പികളും കണ്ടിട്ട് അവർ നമ്മളോട് വന്ന് പറയാം അമ്മ അത് ഉണ്ടാക്കി തരൂ, ഇത് ഉണ്ടാക്കി തരുമെന്ന്. പണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമും തോണ്ടലും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ കുറേയുള്ള ഷൂട്ടും അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഉറക്കവും അതുപോലെ തന്നെ ഫുഡിന്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള വേ മെയിൻറ്റെയിൻ ചെയ്യാത്തതും ഒക്കെ ഈ പിമ്പിൾസ് വരാൻ കാരണമാകാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരാൾക്കാരെ എത്തിച്ചു നോക്കാറുണ്ട്. പിന്നെ നമുക്ക് പീരിയഡ്സും ഹോർമോണൽ വേരിയേഷൻസും ഒക്കെ വരുമല്ലോ. അപ്പോൾ അതേ കണ്ടോ, ഇതുപോലുള്ള പിമ്പിൾസ് വരും. പക്ഷെ നമ്മുടെ കയ്യിലൊരു പരിഹാരമുണ്ട്. എന്താന്നല്ലേ, ഇതാണ് നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് കേട്ടോ. ഇപ്പൊ ഇത് ക്ലിനിക്കലി പ്രൂവൺ ടു പ്രിവെന്റ് പിമ്പിൾസ് ഫ്രം കമ്മിങ് ബാക്ക്. ഇതിപ്പോ ഉണ്ടല്ലോ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ് കേട്ടോ. നവ് ഇറ്റ്സ് ഇൻ ബെസ്റ്റ് എവർ ഫോം. അത് കാരണം കൊണ്ട് തന്നെ പഴയതിനേക്കാളും വിട്ട് കുറച്ചും കൂടി ഇംപ്രൂവ് ആയ വേഷനാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോ വെറും നമ്മുടെ ആര്യവേപ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യവേപ്പിന്റെ 5 ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു പ്ലാന്റിന്റെ 5 പാർട്സ് എന്ന് പറയില്ലേ, നമ്മുടെ കുഞ്ഞ് തളിരിലകള്, മെച്ചൂർഡ് ലീവ്സ്, അതുപോലെ തന്നെ സ്റ്റെമ്മ്, അതായത് തണ്ട്, പിന്നെ ഇതിന്റെ പൂക്കളും അതോടൊപ്പം തന്നെ ഇതിന്റെ പഴവും കൂട്ടി ചേർത്തിട്ടാണ് അത്ര ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ പിമ്പിൾ റെഡ്യൂസ് ചെയ്യും. ഇത് തിരിച്ച് വരുമില്ല എന്നാണ് പറയണത് കേട്ടോ. സോപ്പ് ഫ്രീ ആണ്. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള pH ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുകയും ചെയ്യും. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞു തരണ്ടല്ലോ. സാധാരണ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞ് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫേസ് ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് ജെന്റിലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, ഒരു സർക്കുലർ മോഷനിൽ കേട്ടോ. നന്നായിട്ട് പതച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കത് ഡെയിലി 2 ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒപ്റ്റിമൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ പ്രോഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ.
ഇനി നമുക്ക് തിരിച്ച് അടുക്കളയിൽ കയറാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കണ്ടേ. അത് തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കാലത്ത് ഗഡുബിഡ് ആകെ കൂടി ഒരു ബഹളാവും. നമ്മുടെ മത്തി ഉണ്ടല്ലോ, 400 രൂപയാണ് ഇവിടെ കിലോ മത്തിക്ക് വില. അത് ഭാഗ്യം കൊതി കാരണം കൊണ്ട് മുട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് നമ്മൾ തലേദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 എടുത്ത് ഞാൻ തലേദിവസം തന്നെ വറുത്തു കേട്ടോ. നമുക്ക് ഇന്നലെ വൈകുന്നേരം നല്ല എന്താ പറയുക മത്തി വറുത്തതും പരിപ്പ് ഊത്തി കാച്ചിയതായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ അത്. അപ്പോൾ ഈ മത്തിയുടെ ഉള്ളിലുള്ള മുട്ടയുള്ള കാരണം കൊണ്ട് നമ്മൾ ഉപ്പും മുളകൊക്കെ പിരക്കുമ്പോൾ ഇങ്ങനെ വഴുവഴും തന്നെ ഇരിക്കും. ശ്രീകുട്ട എപ്പോഴും പറയും അമ്മ അത് സെപ്പറേറ്റ് വറക്കുക, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഞാനത് മറക്കും ചെയ്യും. പിള്ളേരൊക്കെ നമ്മളോടെ വലുതായപ്പോഴേ നമ്മളങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി. കണ്ടോ, നമ്മൾ കുരുമുളകും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പും മാത്രമേ ഇടുള്ളൂ കേട്ടോ. എന്നാലാണ് ചാളര കുത്തുവരുള്ളൂ എന്നാണ് ഭാഗ്യം പറയാറുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ തട്ടിക്കൂട്ട് വിഭവങ്ങളായിട്ടുള്ള, തട്ടിക്കൂട്ട് വിഭവം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള മുരിങ്ങക്കായും പടവലിങ്ങയും ഒക്കെ പൊട്ടിച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഒരു ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുക്കറിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ പരിപ്പ്. അപ്പോൾ നമുക്കിവിടെ പണിക്കാരുന്നുണ്ട്, ചേട്ടന്മാരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം കറി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3-4 ആളുള്ള വീട്ടിലാണെങ്കിൽ ഇത്ര അധികം കറി വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പടവലിങ്ങ കുനുകുന അരിഞ്ഞെടുക്കാം. കാലത്ത് തന്നെ ഈ പ്ലാൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ തലേദിവസം തന്നെ ഈ കറികളൊക്കെ വെച്ച് വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലത്തുണ്ടാവുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക പ്രഷർ ഉണ്ടല്ലോ, ഫിസിക്കലി മാത്രമല്ല മെന്റലി നമ്മൾ ഭയങ്കര ഒരു 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 ബുദ്ധിമുട്ടിലേക്ക് എത്തും ഈ ഒരു പ്ലാനിങ് ഇല്ലാത്ത ലൈഫാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതുപോലെ പ്ലാനൊക്കെ ചെയ്ത് മുകുന്ദൻ്റെ രാവും പകലൊക്കെ, സാറിൻ്റെ രാവും പകലൊക്കെ കേട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യാം. കാലത്ത് ഇപ്പോൾ നമുക്കൊരു ചായയൊക്കെ പിടിച്ചൊരു 10 മിനിറ്റ് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുകയും ചെയ്യാം. അതൊരു ഭയങ്കര അനുഭൂതിയാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തെറാപ്പി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു 2 വിസിൽ ആയപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ പടവലങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ ഈ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് ദിവസം മുന്നേ അമ്മയും അച്ഛനും വന്നപ്പോൾ ആരോ ചോദിക്കുകയുണ്ടായി, അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ ചിക്കനൊക്കെ അല്ലേ ശ്രീ വെക്കേണ്ടായി, പരിപ്പും പടവലങ്ങയാണെന്ന്. ഈ ചിക്കനൊക്കെ എന്നും കഴിക്കുന്നതാണ് നീ. നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള ഈ പരിപ്പും പടവലങ്ങയും മത്തി വറുത്തതൊക്കെ കൂട്ടി ചോറിനുള്ള സുഖം ഈ ചിക്കനും ബീഫൊക്കെ കഴിച്ചാൽ കിട്ടുമെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നല്ല ചെമ്മീൻ ചമ്മന്തിയും ഒരു പപ്പടം കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ പറയും കൂടെ വേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മത്തി വറുത്തത് നമുക്കിത് ചേട്ടന്മാർക്കൊക്കെ കൊടുത്തു വരുമ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിയും കേട്ടോ. അല്ലാത്തത് ഉണ്ടെങ്കിൽ 1-2 ദിവസത്തേക്കൊക്കെ ഈ ഒരു ഫുഡ് മതിയായിരിക്കും. നമ്മൾ തന്നെ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് കുറച്ചധികം ഫുഡ് വെച്ച് ചില ദിവസങ്ങളൊന്ന് വെറുതെ ഇരുന്ന് ഒക്കെ ആകുമ്പോഴേ ജീവിതം നമുക്ക് വല്ലാണ്ട് ബോറടിക്കില്ല നീ. അങ്ങനെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വർണ്ണശബളമായിട്ടാണ് ഇന്ന് ഒരുക്കുന്നത്. പടവലങ്ങ ഒരു പകുതിയെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചോപ്പർ കൂട്ടനിൽ എന്തായാലും പടവലങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കുനുകുന അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചോപ്പർ കൂട്ടനിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ ചോപ്പർ നമ്മൾ വീട്ടിൽ ഒരാൾ കൂടെയുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അതിലിടുക, 4 വലി വലിക്കുക, കറി സംഭവം റെഡി ആയി. അല്ലെങ്കിൽ എന്തോരം നേരം നിന്നിട്ട് വേണം നമ്മളിതൊന്ന് കുനുകുന അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോക്കിയാൽ വർണ്ണശബളമായി പൂക്കളിട്ട പോലെ ഉണ്ടെന്ന്. അത്രയും ഭംഗിയിൽ അത് അരിഞ്ഞ് കിട്ടും ചെയ്യും, നമ്മുടെ വലുപ്പത്തിന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത് ധാരാളം ഉണ്ടല്ലേ. ഇവിടെ ധാരാളം കറികൾ ഇപ്പോൾ കഴിക്കും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ആകുമ്പോൾ. പിന്നെ നമ്മുടെ കടയിൽ നിന്നാകുമ്പോൾ നമുക്ക് ധാരാളം കഴിക്കാമല്ലോ എന്ന്. എല്ലാവർക്കും വില കുറവിനേക്കാളും കുറച്ച് വില കുറവിലല്ലേ എനിക്ക് കിട്ടുക. അത് കാരണമാണ് കേട്ടോ പച്ചക്കറി നമ്മൾ ധാരാളം ഉൾപ്പെടുത്തുന്നത്. കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ ചോപ്പർ കൂട്ടണിൽ വീണ്ടും അതൊന്ന് കാച്ചാൻ വേണ്ടി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തി ഒരു സൈഡായി വന്നപ്പോഴേക്കും മറ്റേ സൈഡൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുരിയാണ്ട് എന്നാ അങ്ങനെ വളുവളുന്നിരിക്കാണ്ട് ഒരു മീഡിയം, നമ്മുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു മീഡിയം ടൈപ്പിൽ മുരിഞ്ഞ് കിട്ടില്ലേ, അതാണ് ഇവിടെ ഭാഗ്യന് ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ കരികര കടിക്കുന്നതാണ് ഇഷ്ടം. അപ്പം എല്ലാവരും ഇഷ്ടം മാനിച്ചുകൊണ്ട് ഏകദേശം ഒരു മിഡിലാക്കി അതങ്ങോട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ ഇടിച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇടും, അത് പേടിക്കണ്ട. എനിക്കിത് പൊട്ടിക്കാൻ പോകാനായിട്ട് കുറച്ച് പേടിയാണ് ഈ സമയത്തൊക്കെ. നമ്മുടെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തും വീടുകളൊന്നും ഇല്ലല്ലോ. പണ്ട് എനിക്ക് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് പോകുന്നവർ ഞാൻ പറയാറില്ലേ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത്, അങ്ങനെ വന്നൊരു മാറ്റമാണ് ചെറിയൊരു പേടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും പിന്നെ
പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് തേങ്ങയും കൂടി. തേങ്ങയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ട കാരണം കൊണ്ടാണ് നമ്മൾ ഇതുപോലെ തേങ്ങയൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ലതാണ്. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ആ ഒരു പരിപാടിയും കൂടെ, ഉപ്പേരി പരിപാടിയും കൂടെ അടച്ചു വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ ചോറ് വെച്ചില്ലല്ലോ എന്ന്. ചോറ് വെക്കാനായിട്ട് നമുക്ക് വേറൊരു കുഞ്ഞ് അടുപ്പുണ്ടല്ലോ, അടുക്കളയുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പണിയില്ല, അല്ലെങ്കിൽ പണിക്ക് ചേട്ടന്മാർ പറമ്പിലില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടികളും നടക്കുന്നത് ഈ ഒരു കിച്ചണിലാണ്. അപ്പോൾ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തെർമൽ കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തെർമൽ കുക്കർ, ഇതുപോലെ ഇങ്ങനെ കുറേ പണികളും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നവർ, റഷായിട്ട് ഫീൽ ചെയ്യുന്നവർ ഒരു തെർമൽ കുക്കർ മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം നമുക്ക് ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചോറ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നാളികേരവും കൂടെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് നമ്മുടെ നമ്മുടെ പടവലങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു മഴ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതായിരുന്നു ഞാൻ. വലിയ കുറവൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ചെറിയൊരു ശമനമൊക്കെ ഉണ്ടല്ലോ. മഴയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിലും തുണികൾ ഉണങ്ങി കിട്ടാനാണ് പാട്. പക്ഷെ നമ്മളിവിടെ ഡ്രൈ അടിച്ചിട്ട് ഏറ്റവും മുകളിൽ കൊണ്ടുവിടും. അവിടെ നമുക്ക് സെറാമിക്കോട് പാവിയേണ്ട മീൻസ് മേഞ്ഞതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ, കുറച്ചധികം സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ഉണക്കിയിടലാണ് പതിവ്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാറുണ്ട് കാറ്റൊക്കെ കൊണ്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള പരിപാടികളും അലക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തുണികളൊക്കെ മുകളിൽ കൊണ്ട് തോരിയിടും. ഇത് ശ്രീകുട്ടൻ്റെ സ്നാക്ക് ബോക്സൊക്കെ ഉള്ളതാണ് കേട്ടോ. അവിടെ കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തു വിടാറുണ്ട്. ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ കുക്കീസോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് വെടുപ്പാക്കി ഇടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാൻ ആയി വന്നിട്ടുണ്ട്. കാലത്ത് ഒരു 5 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു 6:45 ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും. ഇപ്പോൾ എന്നെപ്പോലെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടൈം എടുക്കും. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടുന്നതും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കേണ്ടത്. അല്ലാത്തവർക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിച്ച് നമ്മുടേതായ സമയം കണ്ടെത്താൻ പറ്റും, നമ്മുടേതായ വരുമാന മാർഗ്ഗങ്ങളും കണ്ടെത്താൻ പറ്റും. കുറച്ച് നേരത്തെ എണീക്കണമെന്നേ ഉള്ളൂ. ഇത് നമ്മളൊരു 10-21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓർണമെന്റ്സ് മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ റീസെല്ലിംഗ് ആയാലും ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടല്ലോ. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൗച്ചറുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രസ്സുകളുടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയാൽ എല്ലാവർക്കും ബിസിനസ്സാണ്. ഇപ്പോൾ മേടിക്കാനും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. നമുക്കിപ്പോൾ ഒരു ദിവസം 200 രൂപയാണ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടണം കേട്ടോ. മെനക്കെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിജയിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ഡിഷ് വാഷ് ബാർ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് എവിടുന്ന മേടിച്ചേന്ന്. ആക്ച്വലി നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 300 രൂപയും കണ്ടുള്ളൂ. നല്ല ഭംഗിയാണ് ആരെണ്ണങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നാൾ തപ്പി നടന്നതാണ് കേട്ടോ, എന്നിട്ട് കിട്ടിയതാണ്. എല്ലാത്തിലും ഇവരെമാരെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് എവിടുന്ന മേടിച്ചത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിച്ച് കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അവൾ ഒരു പണിയും കഴിച്ചു വെച്ചിട്ടില്ല എന്ന്. നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുള്ളത് അവർക്ക് വിഷയമുള്ള കാര്യമല്ല. ഈ പുറമേ നോക്കി ജഡ്ജ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരൊരു സ്വഭാവമാണ്. ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കാലത്തിന് നേരത്തെ എണീറ്റ് കിച്ചണൊക്കെ വെടുപ്പാക്കി ഇടാം, അല്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കല്ല അറിയുള്ളൂ, മറ്റുള്ളവർ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു. ഈ വീട് ക്ലീനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ വന്ന് കാണുന്നവരും പോകുന്നവരെയൊക്കെ ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അടുത്ത ജോലി ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക്. നീറ്റായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാനെപ്പോഴും നമ്മുടെ മിൻറ്റ് പെപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ മേടിക്കാൻ കിട്ടും. അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് തുടച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഉറുമ്പും പയ്യൊന്നും വരില്ല കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്. അങ്ങനെ അതേ പര നേരം വെളുത്ത് വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ യൂണിഫോം ഒന്ന് തേച്ച് കൊടുക്കാം. പിള്ളേരൊക്കെ വലുതാവുമ്പോഴേ നമ്മളോട് ഇങ്ങനെ സജഷൻസ് പറയാൻ തുടങ്ങും. അമ്മ അവിടെ ഇങ്ങനെ എന്താ പറയുക വര വേണം, അതായത്
ഈ പുതിയ ഷർട്ടൊക്കെ നമ്മൾ മടക്ക് നിർത്തുമ്പോൾ ഒരു വര വരില്ലേ, അത് വേണമെന്നാണ് അവൻ പറയുന്നത്. സാധാരണ രീതിയിലൊന്ന് ചുളിവ് തീർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിള്ളേർക്കൊന്നും കണ്ണിയെ പിടിക്കില്ലാന്നേ. അവർക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രമാണ് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ തൊട്ട് തന്നെ അയൺ ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ നീ തന്നെ അയൺ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ആൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. എന്നാലും നമുക്ക് എവിടെ ഒരു പേടി വരൂല്ലേ പിള്ളേരെ. നമ്മുടെ അച്ഛനമ്മയും വളർത്തിയ രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അവർ വളർന്ന സാഹചര്യങ്ങളും നമ്മൾ വളർന്ന സാഹചര്യങ്ങളും രണ്ടാണ്. അപ്പോൾ നമ്മളത് അറിഞ്ഞ് പെരുമാറിയാൽ കുറച്ചും കൂടി ഈസി ആവും ലൈഫ്. അങ്ങനെ അവന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ചാട വറുത്തതും പിന്നെ നമ്മുടെ ആ തോരനൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ അച്ചാറും അതുപോലെ തന്നെ തോരനും ആ പരിപ്പ് കറിയും മാത്രമേ വയ്ക്കുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ബ്രൗണിയും നമുക്ക് അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിളും. അതാണ് സ്നാക്സിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അതാണ് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പരിപ്പ് കറി വയ്ക്കുമ്പോൾ ശ്രീകുട്ടൻ പറയും, അമ്മ അത് ചോറിലും മുഴുവൻ പോകണോ അമ്മ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ആ ചോറിൻ്റെ ഉള്ളിൽ മുകളിൽ 2 തട്ട് അടക്കാണ് ചോറും പാത്രം, അപ്പോൾ അതിൽ വെക്കും. അപ്പോൾ ഇതാണ് അവൻ്റെ ചോറും പാത്രം എന്ന് പറയുന്നത്. ഓരോ പ്രാർത്ഥിക്കുക. ചോറ് വാരി കൊടുക്കലാണ് കേട്ടോ രാവിലത്തെ പതിവ്. ഇത് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അവിടെ വലിയ റിസ്ക് എടുത്ത് ചോറ് ആവശ്യമുള്ളത് കഴിച്ചിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. ആ പരിപ്പ് കറിയും ആ ബീട്രൂട്ട് തോരനും ഒക്കെ അവിടെ വെച്ചിട്ട് പോകും അവൻ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അതൊക്കെ കൂട്ടിക്കുഴച്ചങ്ങോട്ട് വാരി കൊടുത്ത് നമ്മൾ കഴിച്ചോളും. മുഖം ഇരിക്കുന്നതുണ്ടോ കറിയുടെ, ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കണതാ. കാലത്ത് എൻ്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ടിട്ടാണ് അയാൾ ഇറങ്ങുക കേട്ടോ. ഒരു 100 ഉമ്മ തരും അതിൻ്റെ ഇടയിൽ. ഭാഗ്യനും ഈ നേരത്തെ തന്നെ കടയിലേക്ക് ഇറങ്ങാറുണ്ട്. ഇന്ന് ആൾക്ക് വേറെ എന്തൊക്കെയോ ജോലികളുണ്ട് അത്ര. ഒരു ആവറേജ് വീട്ടമ്മയുടെ ജീവിതമാണിത്. ജോലികളൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയുടെ ജീവിതമാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങും കേട്ടോ. അതായത് നിങ്ങൾ കാണുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടാവും, ഇൻസ്റ്റാഗ്രാം റീലുകൾ എടുക്കാനുണ്ടാവും. ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ വരെയുള്ളത് ഈ വക പരിപാടികൾ എഡിറ്റിങ്ങോ ഷൂട്ടോ ചാനലോ ഒന്നും ഇല്ലാത്ത ഒരു അമ്മയുടെ ലൈഫാണ്. ഇവിടം തൊട്ട് അവർ ഇവരുടേതായ ലോകത്ത് അങ്ങോട്ട് ഒതുങ്ങിക്കൂടുക. ചില അമ്മമാർ കിടന്നുറങ്ങുന്നുണ്ടാവും, ചില അമ്മമാർ അവരുടേതായ ജോലികൾ ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി വീണ്ടും ഇതിനേക്കാളും ഹെക്റ്റിക്കായിട്ടുള്ള ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരുടെയും ലൈഫ്. എപ്പോഴെങ്കിലും നമ്മുടെ ദിവസങ്ങളിലേക്ക് മാറ്റം വരാൻ തോന്നുമ്പോൾ ഒന്ന് മക്കളായിട്ട് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ പാർക്കിലോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഒക്കെ ഒന്ന് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നമ്മളാരും ഈ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരില്ല. ബാക്കിലേക്കൊരു ബാക്ക് യാത്ര നമുക്ക് റിവേഴ്സ് ഗിയറിലല്ലല്ലോ പോകുന്നത്, മുന്നോട്ടല്ല പോകുന്നത്. അപ്പോൾ കിട്ടുന്ന നിമിഷങ്ങളൊക്കെ അടിപൊളിയാണ്. അത് വേണ്ടത്ര രീതിയിൽ എൻജോയ് ചെയ്താൽ മാത്രമാണ് ലൈഫ് സൂപ്പർ ആവുള്ളൂ എന്നൊരു മനസ്സിൽ ബോധത്തോടെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ലൈഫൊക്കെ. പിന്നെ എല്ലാവരുടെയും ലൈഫ് ഇതുപോലൊക്കെ തന്നെയാണ്. സങ്കടങ്ങൾ നിറഞ്ഞതും സന്തോഷങ്ങളുള്ളതും ഒരു മിക്സാണ് എല്ലാത്തിൻ്റെയും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ എപ്പോഴും നമ്മുടെ സന്തോഷവും സങ്കടമൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കണമെന്ന്. അത് നമ്മൾ കണ്ടെത്തി അതിൻ്റേതായ രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളൊരു തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നമുക്ക് സന്തോഷമായിട്ട് പോവാം. പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. അവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ദൈവം സഹായിച്ച് നമ്മൾ അടിപൊളിയായിട്ട് പോകണമെന്ന് മാത്രം. കാലത്ത് എണീറ്റിട്ട് ഈ ബെഡ് വൃത്തിയാക്കി ഇടുന്നത് നിർബന്ധമുള്ള കാര്യമാണ് ഇവിടെ കേട്ടോ. ഇന്നിപ്പോൾ ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞില്ല, ആളത് ചെയ്തില്ല. ഈ ആമക്കളോടും പെൺമക്കളോടും ഇങ്ങനെയാണോ പറഞ്ഞു വേണോ ചെയ്യിപ്പിക്കണമെങ്കിൽ? ആമക്കളാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മാത്രം ചെയ്യുള്ളൂ എന്നാണ് ചേച്ചിമാർ കമൻറ്റ് ബോക്സിൽ പറയാറുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പെൺമക്കളുള്ള അമ്മമാർ കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണ് അവരെന്ന്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നില്ല. ആൾ എന്തായാലും സ്കൂളിൽ പോയില്ലേ, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ആളെ കൊണ്ട് തന്നെ അത് മടക്കി ഇടിപ്പിക്കും.
നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കുമല്ലോ, നമ്മുടെ പോലെ പരാതി പറയാനായിട്ട് വേറൊരു പെൺകുട്ടിക്ക് അവസരം കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് അവിടെ പകുതിക്ക് വെച്ച് പോയതായിരുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി എനിക്കലും ഫുഡ് പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച്, പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണികളൊക്കെ മുകളിൽ കൊണ്ടിടാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് വെച്ച് ഒരു ദിവസത്തെ പണി ഇവിടെ അവസാനിക്കുകയാണ്. ഒരു 8 മണിയാകുമ്പോഴേക്കും ഏകദേശം എല്ലാ പണികളും തീരും. പിന്നെ നമുക്ക് ഒരുപാട് നേരമുണ്ട് നമ്മുടെ കയ്യിൽ. ഈ പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് പോകാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സമ്പാദിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്, ചില്ല് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു സൂംബ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ പോലെ ഡാൻസ് ക്ലാസ്സിലേക്ക് ഏതെങ്കിലും ആഗ്രഹം എപ്പോഴെങ്കിലും മറന്നു വെച്ചതോ മാറ്റി വെച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സഫലമാക്കാനുള്ള സമയമാണ് ഇനി മുന്നോട്ടുള്ള നേരം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം നമ്മുടെ ജോലികൾ. ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മളുടെ മനസ്സൊക്കെ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളും അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു ദിവസത്തിൻ്റെ ബാക്കി ഇതാ ഇവിടെ ഇങ്ങനെ തുടങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു റിലാക്സ് ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നമ്മുടേതായ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇതാണ് എൻ്റെ കുറേ നാളത്തെ മോർണിംഗ് എന്ന് പറയുന്നത്. സമയം കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.